ദൈവിക തത്വങ്ങളെക്കുറിച്ചാണ് ബ്രദർ ഇന്ന് നമ്മളെ പഠിപ്പിച്ചത്. ലോകത്തിൽ നിന്ന് നമ്മളെ വേർതിരിച്ച് ദൈവിക ഉദ്ദേശങ്ങളിലേക്ക് കൊണ്ടുപോകാനാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ മേൽ പകർന്നത്. ആ അഭിഷേകത്തിന്റെ പ്രത്യേകത നമ്മളെ ഹയർ തലത്തിലേക്ക് എത്തിക്കും. നമ്മുടെ ആരാന്ന് നമ്മൾ അറിയണം. നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ടെന്ന് നമ്മൾ അറിയണം. യേശുവിൻ്റെ വാക്കുകൾക്ക് എത്രത്തോളം ശക്തിയുണ്ടോ അതേ ശക്തി തന്നെയാണ് നമ്മുടെ വാക്കുകൾക്കും ഉള്ളത്. അതുകൊണ്ടൊരു സാഹചര്യം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ആ സാഹചര്യത്തെ നോക്കി ആ സാഹചര്യം നമ്മളോട് എന്താണോ സംസാരിക്കുന്നത് നമ്മൾ നോക്കാതെ വചനം ആ സാഹചര്യത്തിൽ എന്താണ് പറയുന്നത് നമ്മൾ കേട്ട് അത് ആ സാഹചര്യത്തോട് സംസാരിക്കാനിടയാകണം. അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ നീങ്ങിപ്പോകാനിടയാകും. ഇന്നലെ നമ്മൾ എന്താണോ പറഞ്ഞത് അതാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. ഇന്ന് നമ്മൾ എന്താണോ പറയുന്നത് അതാണ് നമ്മൾ നാളെ ആയിത്തീരുന്നത്. അസാധാരണമായ പരിമിതിയില്ലാത്തൊരു ജീവിതത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും അനുഗ്രഹം ചിന്തിക്കുക, അനുഗ്രഹം പറയുക, അനുഗ്രഹത്തിൽ നടക്കുക. Those who believe me, എന്നിൽ വിശ്വസിക്കുന്നവർ, and say to this mountain to cast out to the sea, it will hear to you. Amen. വിശ്വസിച്ച ആരെങ്കിലും ആ മലയോട് കടൽ പോയി പതിക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കാനിടയാകും. യേശുവിന്റെ വാക്കുകൾക്ക് മാത്രമല്ല ശക്തിയുള്ളത്, നിന്റെ വാക്കുകൾക്കും ശക്തിയുണ്ട്. കാരണം യേശുവിനെ ആക്കിയതുപോലെ നിന്നെ ഇവിടെ ആക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു, നീ പറഞ്ഞ മല കേൾക്കുമെന്ന്. Your words are powerful. നിന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. Use this principle. ഈ തത്വങ്ങളെ ഉപയോഗിച്ചാട്ടെ. You are separated. നീ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. For a special purpose. ഒരു പ്രത്യേക പദ്ധതിക്ക് വേണ്ടി. Hallelujah. You can't use in the worldly principles. നീ ലോകത്തിന്റെ തത്വങ്ങളെ ഉപയോഗിക്കാൻ നിനക്ക് പറ്റത്തില്ല. Because you are separated for the world, not for the worldly purpose. You are separated for the godly purpose. നീ വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ലോകത്തിന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പിന്നെ ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിന്നെ വേർതിരിച്ചിരിക്കുന്നത്. When a worldly person face a crisis, he do another way. He use his senses to overcome. ഈ ലോകത്തിലായിരിക്കുന്ന വ്യക്തികൾ ക്രൈസിസിനെ നേരിടുമ്പോൾ അവന്റെ ചിന്തകളിലൂടെയാണ് അതിനെ നേരിടാൻ ഇടയാകുന്നത്. You are different. പക്ഷേ നീ വ്യത്യസ്തനാണ്. You are created. നിന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. To face any issues. ഏത് പ്രശ്നവും നേരിടാത്ത രീതിയിലാണ് നീ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. You are God's army. നീ ദൈവത്തിന്റെ സൈന്യമാണ്. You are a child of God. നീ ദൈവത്തിന്റെ പൈതലാണ്. You can face anything. നിനക്ക് എന്തിനെ നേരിടാൻ പറ്റും. You have to use God's principle. നീ ദൈവത്തിന്റെ തത്വങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. Then only you can be a successful person here. അത് എന്നാൽ മാത്രമേ നീ ലോകത്തിൽ വിജയകരമായ ജീവിതം ജീവിക്കാനായി സാധിക്കൂ. നിങ്ങൾ ലോകത്തിലെ മനുഷ്യർ പ്രശ്നം നേരിടുമ്പോൾ അവർ ഉപയോഗിച്ചതുപോലെ പ്രാർത്ഥിക്കാനും കരയാനും അതൊക്കെ ഒരു ഭാഗമാണ്. ഇവിടെ ആളുകളെല്ലാം പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നേ. പക്ഷെ അതിനേക്കാൾ വലിയ വെപ്പൺ നിന്റെ കയ്യിൽ ഇരിക്കുക. നീ ദൈവത്താൽ വേർതിരിയപ്പെട്ടിരിക്കുന്നു. ദൈവം നിന്നെ വേർതിരിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വാക്കുകൾ നിന്റെ വായിൽ വെച്ചിരിക്കുന്നു. ആ വാക്കുകൾ നീ പ്രയോജനപ്പെടുത്തിയാൽ ലോകത്തിലെ ഒരു സൃഷ്ടിക്കും നിന്നെ തിരിക്കാൻ കഴിയത്തില്ല. നിന്റെ വാക്കുകൾക്ക് ട്രാൻസ്ഫോമിംഗ് പവർ ഉണ്ട്. ദൈവം നിങ്ങളെ ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മെസ്സേജ് നിങ്ങൾ റിപ്പീറ്റഡ് ആയി കേൾക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരിക്കും. ഗോഡ് ബ്ലെസ് യു.